ഹലോ എവരിവൺ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ടെസ്റ്റ് ക്രോസ് എന്നുള്ളതിനെ കുറിച്ചാണ്. എന്താണ് ടെസ്റ്റ് ക്രോസ്, എന്തിനു വേണ്ടിയിട്ടാണ് ടെസ്റ്റ് ക്രോസ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മെന്റലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് ഡിസ്കസ് ചെയ്തിരുന്ന സമയത്ത് മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ എക്സ്പെരിമെന്റ് നമ്മൾ കണ്ട സമയത്ത് നമ്മൾ കണ്ടതാണ്, ഒരു ടോളും ഡോർഫും ആയിട്ടുള്ള പ്ലാന്റിനെ എടുക്കുന്നു, ക്രോസ് ചെയ്യുന്നു. F1 ജനറേഷൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് പ്ലാന്റാ കിട്ടുന്നത്? ടോൾ പ്ലാന്റ് ആണ്. 100% ഓഫ് F1 എന്ന് പറയുന്നത് ടോൾ ആണ്. അപ്പൊ നമ്മൾ അവരുടെ ജീനോ ടൈപ്പുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആവും. കാരണം എന്താ, ഈ പറയുന്ന ആള് പ്യുവർ ലൈൻ ആയതുകൊണ്ട് ക്യാപിറ്റൽ ടി ആണ്. ഈ പറയുന്ന ആള് ഡോർഫ് ആണ് എന്ന് പറഞ്ഞാൽ രണ്ടും റെസിസീവ് ആണ്, സ്മോൾ ടി ആണ്. ഇനി ഇവരെ സെൽഫ് ചെയ്തിട്ടുണ്ടാക്കുന്ന F2 ജനറേഷനിലുള്ള ആളുകൾ എന്ന് പറയുന്നത്, ഇവരെ സെൽഫ് ചെയ്തുണ്ടാക്കുന്ന F2 ജനറേഷനിലുള്ള ആളുകൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ടോളും ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോളും ഉണ്ട്. അപ്പോ ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ടോൾ എന്ന് പറയുന്നത് ഏകദേശം 787 ടോൾ പ്ലാന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ 277 ഡോർഫ് ആണ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ 3:1 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ടോൾ ഈസ് ടു ഡോർഫ് കിട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ എക്സ്പെരിമെന്റിന്റെ അകത്ത് ഒരു സ്പെസിഫിക് ടോൾ പ്ലാന്റിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. എന്നിട്ട് ഒരു ടോൾ പ്ലാന്റ് കൊണ്ടുവന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അതിന്റെ ജീനോടൈപ്പ് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. കാരണം എന്താ, അത് ചിലപ്പം ക്യാപിറ്റൽ ടി ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആവാം. ക്യാപിറ്റൽ ടി വന്നാലും അയാളുടെ ഫീനോടൈപ്പ് ടോൾ ആണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാലും അയാളുടെ ഫീനോടൈപ്പ് ടോൾ ആണ്. അപ്പൊ ഞാൻ ഒരു ഡോമിനന്റ് ഫീനോടൈപ്പ് ആയിട്ടുള്ള, എന്താ പറഞ്ഞേ, ഒരു ഡോമിനന്റ് ഫീനോടൈപ്പ് ആയിട്ടുള്ള, അതായത് ടോൾ ഒരു ഡോമിനന്റ് ഫീനോടൈപ്പ് ആണ്. ഒരു ഡോമിനന്റ് ഫീനോടൈപ്പുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് അയാളുടെ ജീനോടൈപ്പ് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റൂല. അയാൾ ചിലപ്പം ഹോമോസൈഗസ് ഡോമിനന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹെട്രോസൈഗസ് ഡോമിനന്റ് ആയിരിക്കും. അതായത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഒരു F2 ജനറേഷനിലുള്ള ഒരു പ്ലാന്റ് കൊണ്ടുവന്ന് തന്നു. F2 ജനറേഷനിലുള്ള ഒരു പ്ലാന്റ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് തരികയാണ്. ഇത് മെന്റല് ഫേസ് ചെയ്ത ആക്ച്വൽ പ്രോബ്ലം ആണ്. ഈ പ്ലാന്റിന്റെ ഫീനോടൈപ്പ് എനിക്കറിയാം. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ആള് ടോൾ ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ക്ലിയർ? അപ്പൊ ഇയാൾ ടോൾ ആണ് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇയാളുടെ ജീനോടൈപ്പ് എന്താണ്? അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത്. എന്താ രണ്ട് ഓപ്ഷൻ? അപ്പൊ നിങ്ങൾ എന്നോട് പറയും, ഈ പറയുന്ന ആളുടെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇയാള് ക്യാപിറ്റൽ ടി ആണ്, അല്ലെങ്കിൽ ഇയാള് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. എനിക്കിത് ഉറപ്പിക്കണം. അപ്പൊ ഞാൻ എങ്ങനെയാ ഉറപ്പിക്കുക? ഞാൻ എങ്ങനെയാണ് ഇയാളുടെ ജീനോടൈപ്പ് തീരുമാനിക്കുക? അതിനു വേണ്ടി ഞാൻ പെർഫോം ചെയ്യുന്ന ക്രോസിന്റെ പേരാണ് ടെസ്റ്റ് ക്രോസ്. എന്തിനെയാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്? ഒരു ഡോമിനന്റ് ഫീനോടൈപ്പിനെ ഞാൻ നിങ്ങൾക്ക് തന്നു. അയാളുടെ ജീനോടൈപ്പ് ചോദിച്ചു. അയാളുടെ ജീനോടൈപ്പ് ഏതാ എന്നുള്ളത് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്നെങ്കിൽ ഹോമോസൈഗസ് ഡോമിനന്റ്, അല്ലെങ്കിൽ ഹെട്രോസൈഗസ്. ഇതിൽ ഏതാ എന്ന് ജീനോടൈപ്പ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രോസിന്റെ പേരാണ് ടെസ്റ്റ് ക്രോസ്. അപ്പൊ എന്താണ് ടെസ്റ്റ് ക്രോസ് എന്ന് മനസ്സിലായി? എപ്പോഴാണ് ടെസ്റ്റ് ക്രോസ് പെർഫോം ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഞാൻ എങ്ങനെയാണ് ടെസ്റ്റ് ക്രോസ് പെർഫോം ചെയ്യുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു ടോൾ പ്ലാന്റ് തന്നിട്ട് അയാളുടെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഡോർഫ് പ്ലാന്റിനെ എടുക്കും. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഡോർഫ് പ്ലാന്റിനെ ഞാൻ എടുത്തു. ഓക്കെ, ഈ ഡോർഫിന്റെ ജീനോടൈപ്പ് എന്താ എന്നുള്ളത് എനിക്ക് 100% ഷുവർ ആണല്ലോ. ഡോർഫ് എന്ന് പറയുന്നത് സ്മോൾ ടി ആണ്. എന്നിട്ട് ഇവരെ രണ്ടാളെയും ഞാനൊന്ന് ക്രോസ് ചെയ്ത് നോക്കും. ഓക്കെ, അപ്പൊ നോക്ക്, രണ്ട് സാധ്യതകളാണല്ലോ ഉള്ളത്. ഒരു സാധ്യത ഞാൻ ഇവിടെ ഒരു കേസ് 1 എന്ന് എഴുതി, രണ്ട് സാധ്യതകളാണുള്ളത്. കേസ് 1 എന്ന് എഴുതി, അതുപോലെ കേസ് 2 എന്ന് എഴുതി. എന്താ കേസ് 1 എന്ന് പറയുന്നത്? ഞാൻ കൊണ്ടുവന്ന, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന ആള് എന്ന് പറയുന്നത്, അതായത് ടോൾ പ്ലാന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ് എന്നുള്ളതാണ് ഒരു കേസ്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താ? അയാള് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇതാണല്ലോ രണ്ട് കേസുകൾ. സോ നമുക്ക് രണ്ടും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്താ ചെയ്യുന്നത്? സപ്പോസ് കേസ് 1 ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ടി ആണ് ആ പ്ലാന്റ്. ഞാൻ ഡോർഫുമായിട്ടൊരു ക്രോസ് പോളിനേഷൻ ആണ് നടത്തുന്നത്, ഒരു ക്രോസിങ് ഞാൻ ഇവിടെ നടത്തുകയാണ്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആളുടെ അടുത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ഗമീറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ഗമീറ്റ് മാത്രമാണല്ലോ. ഈ ഈ പറയുന്ന പ്ലാന്റിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഗമീറ്റ് എന്ന് പറയുന്നത് സ്മോൾ ടി മാത്രമാണല്ലോ. ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഇതുപോലത്തെ ഒരു ഓസ്പ്രിങ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇയാൾക്ക് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഡോമിനന്റ് അലീൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഉണ്ടാവുന്ന ഓസ്പ്രിങ് എന്ന് പറയുന്നത് ടോൾ ആയിട്ടുള്ള ഓസ്പ്രിങ് ആണ്. അതായത് 100% ഓസ്പ്രിങ്സും എന്തായിരിക്കും, ടോൾ ആയിരിക്കും എന്നല്ലേ അർത്ഥം, എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഞാൻ രണ്ടാമത്തെ കേസും കൂടി ഒന്ന് കൺസിഡർ ചെയ്യാണ്. ഇഫ് നിങ്ങൾ എനിക്ക് തന്നെ ഈ പ്ലാന്റ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്, ഹെട്രോസൈഗസ് ആണെന്ന് വിചാരിക്കും. അതാണല്ലോ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ കേസ് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. കേസ് 2 എന്ന് പറയുന്നത് എന്താ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഞാൻ ക്രോസ് ചെയ്യുന്നത് എന്തായാലും ഡോർഫ് ആയിട്ടല്ലേ, അതിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ. സ്മോൾ ടി ആയിട്ടാണ് ഞാൻ ക്രോസിങ്ങിന് വേണ്ടി എടുക്കുന്നത്. സോ ക്യാപിറ്റൽ ടി സ്മോൾ ടിയിൽ നിന്നും വരാൻ രണ്ട് ടൈപ്പ് ഗമീറ്റ് ഉണ്ടാവും. ഏതൊക്കെയാണ് ആ ടൈപ്പ് ഗമീറ്റ്? ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരു ഗമീറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്മോൾ ടി എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഗമീറ്റും ഉണ്ടാവും. ഞാൻ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന ഡോർഫ് പ്ലാനിൽ നിന്നും ഒരേ ഒരു ടൈപ്പ് ഗമീറ്റ് അല്ലേ ഉണ്ടാവുള്ളൂ. യെസ്. അപ്പം ഇവര് തമ്മിൽ ക്രോസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഓസ്പ്രിങ്സ് എങ്ങനെയാണ് ഉണ്ടാവാൻ സാധ്യത എന്ന് ചോദിച്ചാൽ, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഒരു ഓസ്പ്രിങ് ഉണ്ടാവും. ആ ഓസ്പ്രിങ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോൾ ആയിരിക്കുമല്ലോ. കാരണം എന്താ, ആ ആൾക്ക് ഡോമിനന്റ് അലീലുണ്ട്. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് നോക്ക്, ഈ സ്മോൾ ടിയും ആ സ്മോൾ ടിയും ചേർന്നാൽ ആരായി, സ്മോൾ ടി ആയി. എന്തായിരിക്കും അയാളുടെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്, ഈ ആള് ഡ്വാർഫ് ആയിരിക്കും. ശരിയല്ലേ? അപ്പൊ നോക്ക്, നമ്മളുടെ കയ്യിൽ കിട്ടിയ പ്ലാന്റ്, ഹൈറ്റ് കൂടിയ പ്ലാന്റ് ഹെട്രോസൈഗസ് ആണ് എങ്കിൽ അവിടെ ടോൾ ആയിട്ടുള്ളയും ഡ്വാർഫ് ആയിട്ടുള്ളയും ഓസ്പ്രിങ്സ് ഉണ്ടാവും. അപ്പം അവര് ഉണ്ടാവാനുള്ള സാധ്യത, ടോൾ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് എത്രയാ, 50% അല്ലേ. ആൻഡ് ഇവിടെ ഡ്വാർഫ് ആയിട്ടുണ്ടാവാനുള്ള ആൾക്കാർ ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറയുന്നത് 50% ആണ്. ശരിയാണല്ലോ? യെസ്. അപ്പൊ നോക്ക്, ഈ ഒരു ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞ ഈ ഒരു ടെസ്റ്റ് ക്രോസ് ഞാൻ കണ്ടക്ട് ചെയ്താല് ഇപ്പൊ എനിക്ക് മനസ്സിലാവുമോ, നിങ്ങൾ എനിക്ക് തന്ന ഈ ടോൾ പ്ലാന്റ് ഏതാ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുമോ? മനസ്സിലാവും. കാരണം എന്താ, നിങ്ങൾ തന്നത് ക്യാപിറ്റൽ ടി ആണെന്ന് വിചാരിക്കുക. രണ്ട് സാധ്യതയാണല്ലേ. ഒന്നാമത്തെ സാധ്യത ക്യാപിറ്റൽ ടി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1000 കുട്ടികൾ ഉണ്ടായാല് 1000 കുട്ടികളും എന്തായിരിക്കും, ടോൾ പ്ലാന്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ തന്നത് ക്യാപിറ്റൽ ടി ആണ്, ഹോമോസൈഗസ് ഡോമിനന്റ് ആണ് എന്നുള്ളത് ഞാൻ കൺഫേം ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ സാധ്യത, നിങ്ങൾ തന്ന പ്ലാന്റ് ചിലപ്പം ക്യാപിറ്റൽ ടി സ്മോൾ ടി ആവാം, ഹെട്രോസൈഗസ് ആവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. എങ്ങനെയാ, ഞാൻ ഡോർഫായിട്ട് ക്രോസ് ചെയ്യുമ്പം 1000 കുട്ടികൾ ഉണ്ടാവുമ്പം 500 കുട്ടികൾ ടോളും 500 കുട്ടികൾ ഡോർഫുമായാൽ 50-50 ടോളും ഡോർഫും വന്നാൽ എനിക്ക് 100% മനസ്സിലാവും നിങ്ങൾ തന്നത് ഹെട്രോസൈഗസ് ആണ്. അപ്പൊ എന്താണ് ടെസ്റ്റ് ക്രോസ് എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് ടെസ്റ്റ് ക്രോസ്? ഒരു ഡോമിനന്റ് ഫീനോടൈപ്പ് ഉള്ള ഒരാളുടെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസസീവ് ട്രേറ്റ് ഉള്ള ഇൻഡിവിജ്വലുമായിട്ട് നടത്തുന്ന ക്രോസിന്റെ പേരാണ് ടെസ്റ്റ് ക്രോസ്. എങ്ങനെയാണ് നമ്മളത് പെർഫോം ചെയ്യുക എന്നുള്ളത് ഞാൻ ഇന്ന് പറഞ്ഞു. എങ്ങനെയാ, ഡോർഫായിട്ട് റെസസീവ് ട്രേറ്റ് ഉള്ള ഒരാളായിട്ട് ക്രോസ് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾക്ക് അയാളുടെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ പറ്റുക? ഹോമോസൈഗസ് ഡോമിനന്റ് ആണെന്നുണ്ടെങ്കിൽ 100% ഉണ്ടാവുന്ന ഓസ്പ്രിങ്സ് ഡോമിനന്റ് ക്യാരക്ടർ കാണിക്കുന്ന ഓസ്പ്രിങ്സ് ആയിരിക്കും. ഹെട്രോസൈഗസ് കണ്ടീഷനിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ 50-50 ഡോമിനന്റും 50-50 ഡോമിനന്റും അതേപോലെ റെസസീവ് ട്രേറ്റ് കാണിക്കുന്ന ഓസ്പ്രിങ്സ് ആണ് ഉണ്ടാവുക. സോ 100% പ്ലാന്റ്സും ഡോമിനന്റ് ട്രേറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന പ്ലാന്റ് ഈസ് ഹോമോസൈഗസ് ഡോമിനന്റ്. 50-50 ടോളും ഡോർഫും അല്ലെങ്കിൽ 50-50 ഡോമിനന്റും റെസസീവ് ക്യാരക്ടറും ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന പ്ലാന്റ് ഹെട്രോസൈഗസ് ആണ്. മനസ്സിലായോ? ഇനി NCERT-യിലുള്ള ഒരു എക്സാമ്പിളും കൂടെ, നമുക്ക് ഒരു ടെസ്റ്റ് ക്രോസിന്റെ ഒരു എക്സാമ്പിളും കൂടെ നമുക്ക് ചെയ്യാം. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഒരു വയലറ്റ് പ്ലാന്റ് തന്നു എന്ന് പറഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കണം, ക്യാപിറ്റൽ W എന്ന് പറയുന്ന അല്ലീല് കോഡ്സ് ഫോർ വയലറ്റ് കളറിനെ കോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
സ്മോൾ ഡബ്ല്യു എന്ന് പറയുന്നത് ഇറ്റ് കോഡ്സ് ഫോർ വൈറ്റ് കളർ. അപ്പം ഞാൻ നിങ്ങൾക്ക് തന്ന പീ പ്ലാന്റിന്റെ കളർ എന്ന് പറയുന്നത് വയലറ്റ് ആണ്. വയലറ്റ് ഈസ് ഡോമിനന്റ് ഓവർ വൈറ്റ്. അത് നമ്മൾ ആ ടേബിളിൽ നമ്മൾ പഠിച്ചതാണ്. ഡോമിനന്റ് ക്യാരക്ടേഴ്സ് എല്ലാം, ഡോമിനന്റ് ട്രേറ്റ്സ് എല്ലാം ഗ്രാവിറ്റി എന്ന് പറഞ്ഞ ഷോർട്ട് ഫോമിൽ പഠിച്ചതാണ്. ഗ്രാവിറ്റിന്റെ വി ആണ് വയലറ്റ്. സോ വയലറ്റ് ഈസ് ഡോമിനന്റ് ഓവർ വൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫീനോടൈപ്പ് എന്താ എന്ന് ചോദിച്ചാൽ ഇയാളുടെ ഫീനോടൈപ്പ് എന്താണ്? ഫീനോടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വയലറ്റ് ആണ്. ശരിയല്ലേ? അപ്പൊ ഇയാളുടെ വയലറ്റ് എന്ന് പറയുന്നത് ഡോമിനന്റ് ഫീനോടൈപ്പ് ഉള്ള ഒരു ഇൻഡിവിജ്വലിനെയാണ് ഞാൻ കൊണ്ടുവന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അയാളുടെ ജീനോടൈപ്പ് എന്താണെന്ന് ചോദിക്കുന്നു. അപ്പൊ ജീനോടൈപ്പ് എന്താ എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. കാരണം ക്യാപിറ്റൽ ഡബ്ല്യു ആയാലും ഇയാൾ വയലറ്റ് ആവും. അതുപോലെ ക്യാപിറ്റൽ ഡബ്ല്യുവും സ്മോൾ ഡബ്ല്യുവും ആയാലും ഇയാള് വയലറ്റ് ആവും. ഏതെങ്കിലും ഒരു ഡോമിനന്റ് അല്ലിൽ വന്നാൽ ഇയാള് വയലറ്റ് ആവും. അപ്പൊ ഈ പറയുന്ന ഇൻഡിവിജ്വലിന്റെ ജീനോടൈപ്പ് ഏതാ എന്നുള്ളത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് ക്രോസ് നടത്തണം. ടെസ്റ്റ് ക്രോസ് ഞാൻ ആരുമായിട്ടാണ് നടത്തേണ്ടത്? ഈ പ്ലാന്റ് ടെസ്റ്റ് ക്രോസ് ഞാൻ ആരുമായിട്ടാണ് നടത്തേണ്ടത്? ടെസ്റ്റ് ക്രോസ് വിത്ത് റെസസീവ് ആയിട്ടുള്ള ഒരു പാരന്റുമായിട്ടാണ് നടത്തേണ്ടത്. സ്മോൾ ഡബ്ല്യു അതായത് വൈറ്റ് ഫ്ലവറുമായിട്ടുള്ള വൈറ്റ് ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റുമായിട്ടല്ലേ ഞാൻ ക്രോസിങ് നടത്തേണ്ടത്? യെസ്. അപ്പം കേസ് നമ്പർ 1, അപ്പൊ 2 കേസുകൾ ഉണ്ടാവുക, കേസ് 1 ആൻഡ് കേസ് 2. ശരിയല്ലേ? യെസ്, കേസ് 2. അപ്പൊ ഇതാണ് കേസ് 1ഉം 2ഉം. എന്താ കേസ് 1 എന്ന് പറയുന്നത്? അയാള് ഹോമോസൈഗസ് ഡോമിനന്റ് ആയിരിക്കാം. എന്താ കേസ് 2 എന്ന് പറയുന്നത്? അയാള് ഹെട്രോസൈഗസ് ആയിരിക്കാം. നമുക്കറിയില്ല. ഓക്കെ, ഇനി ഞാൻ NCERT ഉള്ളത് പോലെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണെന്നറിയോ? ഞാൻ പന്നെറ്റ് സ്ക്വയർ വെച്ചിട്ട് ഈ ഒരു ടെസ്റ്റ് ക്രോസ് ഒന്ന് നടത്തി നോക്കാം വെറുതെ. അപ്പം ഈ കേസ് 1 ആണെന്നുണ്ടെങ്കിൽ ഇയാള് ക്യാപിറ്റൽ ഡബ്ല്യു ആണല്ലോ, ക്രോസ് നടത്തുന്നത് വൈറ്റ് ആണല്ലോ. അപ്പൊ ദാ ഇങ്ങനെയായിരിക്കൂലേ ക്രോസ് വരിക? ക്യാപിറ്റൽ ഡബ്ല്യു ക്രോസ് നമ്മളുടെ വൈറ്റ് പ്ലാന്റ് ആയിട്ടുള്ള സ്മോൾ ഡബ്ല്യു. അപ്പൊ നമ്മള് പന്നെറ്റ് സ്ക്വയർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പന്നെറ്റ് സ്ക്വയർ ശരിക്കും എങ്ങനെ വരച്ചാൽ മതി? ഈ ആളിൽ നിന്നും ഒരേ ഒരു ടൈപ്പ് ഗമീറ്റേ വരുന്നുള്ളൂ, ക്യാപിറ്റൽ ഡബ്ല്യു മാത്രം. ഈ ആളിൽ നിന്നും ഒരേ ഒരു ടൈപ്പ് ഗമീറ്റേ വരത്തുള്ളൂ. ശരിയല്ലേ? അപ്പൊ നമുക്ക് പന്നെറ്റ് സ്ക്വയർ എങ്ങനെ വരച്ചാൽ മതി? ആക്ച്വലി നമുക്ക് ഒരൊറ്റ സെല്ല് മാത്രം വരച്ചാൽ മതി. ഞാൻ NCERT കാണിച്ചതുപോലെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്? ഞാനിവിടെ ക്യാപിറ്റൽ ഡബ്ല്യു, ഇവിടെയും ക്യാപിറ്റൽ ഡബ്ല്യു കൊടുക്കാണ്, ഇവിടെ സ്മോൾ ഡബ്ല്യു എന്ന് കൊടുക്കാണ്. അപ്പൊ എല്ലാ പ്ലാന്റ്സും എന്തായി? ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു. എല്ലാ പ്ലാന്റ്സും വയലറ്റ് ആണ്. 100% വയലറ്റ് ആണ്. ശരിയല്ലേ? 100% വയലറ്റ് ആണ്. വേറെ വൈറ്റ് ഒരു ഒറ്റയൊന്നു പോലും കടന്നു വന്നിട്ടില്ലല്ലോ. 100% വയലറ്റ് ആണ്. എന്താ വയലറ്റിന്റെ പ്രത്യേകത? ഡോമിനന്റ് ട്രേറ്റ് ആണ്. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താ? രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു ക്രോസ്ഡ് വിത്ത് സ്മോൾ ഡബ്ല്യു. ആള് ചിലപ്പം ഹെട്രോസൈഗസ് ആവാം. അങ്ങനെയാണ് എങ്കിൽ ഈ ആൾക്ക് 2 ടൈപ്പ് ഗമീറ്റ് ഫോം ചെയ്യല്ലോ. ഒന്ന് ക്യാപിറ്റൽ ഡബ്ല്യു ഗമീറ്റ്, ഒന്ന് സ്മോൾ ഡബ്ല്യു ഗമീറ്റ്. ഈ പാരന്റിന്റെ അടുത്ത് പിന്നെ സ്മോൾ ഡബ്ല്യു മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമ്മളൊരു പന്നെറ്റ് സ്ക്വയർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പാരന്റിന്റെ അടുത്ത് എന്തുണ്ട്? ക്യാപിറ്റൽ ഡബ്ല്യു ഉണ്ട് ആൻഡ് സ്മോൾ ഡബ്ല്യു ഉണ്ട്. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? സ്മോൾ ഡബ്ല്യു മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതെങ്ങനെ ഫില്ല് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, ഇവിടെയോ സ്മോൾ ഡബ്ല്യു, ഇവിടെയോ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, ഇവിടെയോ സ്മോൾ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു. അപ്പൊ ഈ കാണുന്ന ഈ ആളുടെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് വയലറ്റ് അല്ലേ? ഡോമിനന്റ് അല്ലിയിലുണ്ട്. ഇയാളുടെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് വയലറ്റ് ആണ്. ശരിയല്ലേ? ഈ ആളും വൈറ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഫീനോടൈപ്പ് വയലറ്റ് പ്ലാന്റ്സ് 50%, വൈറ്റ് ആയിട്ടുള്ള ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് 50%. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? അതായത് നിങ്ങൾ എനിക്ക് വയലറ്റ് ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റിനെ കൊണ്ടുവന്നായിരുന്നു, അതിന്റെ
ഫീനോടൈപ്പ് വയലറ്റ് ആണെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നോട് ചോദിക്കുന്നു എന്റെ ജീനോടൈപ്പ് എന്താണ്? അപ്പൊ ഞാൻ പറയുന്നു അത് വേണമെങ്കിൽ ക്യാപിറ്റൽ W ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ W സ്മോൾ W ആവാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്തു. എന്നിട്ട് കിട്ടുന്ന എല്ലാ പ്ലാന്റ്സും വയലറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നത് ഏതാ? ക്യാപിറ്റൽ W. അതായത് ഹോമോസൈഗസ് ഡോമിനന്റാ. ജീനോടൈപ്പ് എനിക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ കേസ് അങ്ങനെയല്ല കിട്ടുന്നത്. ഈ 50-50 വയലറ്റും വൈറ്റും ഫ്ലവേഴ്സ് ആണ് എനിക്ക് ജനറേഷനിൽ, അതായത് കുട്ടികൾക്ക് ഓഫ്സ്പ്രിങ്സിന്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് വയലറ്റും വൈറ്റും മാറി മാറി വരുന്നുണ്ട് എങ്കിൽ ഞാൻ 100% ഉറപ്പിച്ചു നിങ്ങൾ കൊണ്ട് തന്ന വയലറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഹെട്രോസൈഗസ് ആണ്, ക്യാപിറ്റൽ W സ്മോൾ W ആണ്. അപ്പം നമ്മൾ ടെസ്റ്റ് ക്രോസ് തന്നെയാണ് ഇവിടെ കണ്ടക്ട് ചെയ്തത്. പന്നറ്റ് സ്ക്വയർ ആണ് ഉപയോഗിച്ച മെത്തേഡ് എന്ന് മാത്രം. NCERT-യിലുള്ള ആ ഒരു കാര്യം ഫെമിലിയറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം രണ്ടാമത്തെ ഒരു ക്രോസ് പന്നറ്റ് സ്ക്വയർ വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ ബേസിക്കലി നമ്മൾ ഇങ്ങനെ ക്രോസ് ചെയ്താലും പന്നറ്റ് സ്ക്വയർ വെച്ച് ചെയ്താലും നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് ടെസ്റ്റ് ക്രോസ്, എപ്പോഴാണ് പെർഫോം ചെയ്യുക, എങ്ങനെയാണ് പെർഫോം ചെയ്യുക, എന്താണ് അതിന്റെ ഉപയോഗം എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ പഠിച്ച എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകൾ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.